മറിയവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന രണ്ട് സഹോദരിമാരാണ്. മർത്ത അതിഥി സൽക്കാരങ്ങളിൽ തൽപരയാണ്. എന്നാൽ മറിയം യേശുക്രിസ്തുവിൻ്റെ പാദത്തിലിരുന്ന് വചനം ശ്രവിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ളത്. ദൈവവിളി ഓരോരുത്തർക്കും തങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ പ്രകാശഗോപുരമായും ദീപസ്തംഭമായും മാറാനുള്ള വിളിയാണ്. ഒരു സന്യാസിനി സമർപ്പിതയായി ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യ പ്രഘോഷണം നടത്തി സഭയെ സേവിക്കുകയും അതോടൊപ്പം ഒരു ഡോക്ടറായി സമൂഹത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ് സിസ്റ്റർ ഡോക്ടർ മേരി മാർസിലസ്. സഭയിലും സമൂഹത്തിലും ഒരേപോലെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന അവർ കോട്ടയത്തിനടുത്ത് കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് മിഷൻ ഹോസ്പിറ്റലിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റായും ചീഫ് ഗൈനക്കോളജിസ്റ്റായും മെഡിക്കൽ സൂപ്രണ്ടായും വിശിഷ്ടമായ സേവനം ചെയ്യുകയും പ്രോ ലൈഫിലും റീകാനലൈസേഷൻ ട്രീറ്റ്മെൻറ്റിലും പ്രശസ്തിയാർജിച്ചുകൊണ്ട് നിരവധി അവാർഡുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ മേരി മാർസിലസിനെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്ററിന് സ്വാഗതം. വിശുദ്ധ മരിയ ഗൊരേത്തിയും വിശുദ്ധ കൊച്ചു ത്രേസ്യായും വിശുദ്ധ അൽഫോൻസാമയുമൊക്കെ അവരുടെ ജീവിതത്തിൽ മാർഗദർശികളായി അവരുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ബാല്യകാല ജീവിതത്തിൽ ആരാണ് ഇതുപോലൊരു ദൈവവിളിക്കായിട്ടും പ്രോത്സാഹനം തരികയും അതുപോലെ പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്? ബാല്യകാല ജീവിതത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ ജനിച്ചത് കുട്ടനാട്ടിൽ നാരകത്ര എന്ന സ്ഥലത്തിനടുത്ത് പയറ്റുവാക്കൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ജോസഫ്, അമ്മ സാറാമ്മ. മടത്തിക്കളത്തിൽ നിന്നാണ് വീട്ടുപേര്. 8 മക്കൾ, 4 ആണും 4 പെണ്ണും. അതിൽ 4ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ബാല്യകാലത്ത് എനിക്ക് പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് ആധ്യാത്മികതയുടെ സ്വാധീനം തന്ന് എൻ്റെ അമ്മയുടെ അമ്മ പോറ്റിയമ്മച്ചിയാണ്. പോറ്റിയമ്മച്ചി താമസിക്കുന്നത് ചിങ്ങവനത്ത്, ഞങ്ങൾ താമസിക്കുന്നത് കുട്ടനാട്ടിൽ പയറ്റുപാക്കൻ. അപ്പോൾ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വരും, വല്ലപ്പോഴേ വരുള്ളൂ. പക്ഷേ വരുമ്പം ഒരു ആഴ്ചത്തേക്കൊക്കെ താമസിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ അമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചി വചന പ്രഘോഷകയായിരുന്നു അന്നത്തെ കാലത്ത്. വചനം വായിക്കുന്ന ആളാണ്. ഏത് കാര്യവും വചനം തുറന്നു നോക്കിയിട്ടേ ചെയ്യുള്ളൂ. വളരെ വിശുദ്ധ ജീവിതം നയിച്ച അമ്മച്ചി. അപ്പോൾ ആ അമ്മച്ചി വരുന്നത് ഞങ്ങൾ 8 പിള്ളേർക്ക് ഇഷ്ടമാണ്. ആ 8 പിള്ളേരും ചുറ്റും കൂടും. പൊതുവെ കൊച്ചുമക്കൾക്ക് വലിയ ഇഷ്ടമാണ് പോറ്റിയമ്മച്ചിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചി ഞങ്ങളോടെല്ലാം പറയും, ബൈബിള് വായിക്കണം, ബൈബിളിനകത്ത് ഈശോയുടെ എല്ലാം അറിയാം, കഥകളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു തരും. എന്നിട്ട് അമ്മച്ചി വളരെ ആലങ്കാരികമായിട്ടാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്. ഏലിയ കുഞ്ഞ്, മോശ കുഞ്ഞ്, എല്ലാവരും കുഞ്ഞുങ്ങളാക്കി ഞങ്ങൾക്ക് അവതരിപ്പിക്കും. അപ്പോൾ ഈ ബൈബിളിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അമ്മച്ചിയാണ്. അപ്പോൾ ഈ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. അമ്മച്ചി പറയുമ്പോൾ വായി നോക്കിയിരിക്കും. ഈ മൂശയൊക്കെ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയ കഥയൊക്കെ അമ്മച്ചി വളരെ ആലങ്കാരികമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ രാത്രി 3 മണി 4 മണി വരെ ഞങ്ങൾ ചിലപ്പോൾ അമ്മച്ചിക്ക് ചുറ്റുമായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മച്ചിയുടെ അപ്രോച്ചും അമ്മച്ചിയുടെ ഇത്. പക്ഷേ അത് പരിശുദ്ധാത്മാവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചെറുപ്പം മുതൽ പ്രാർത്ഥന ചൊല്ലാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ നല്ല വിശുദ്ധിയുള്ളവരായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഫാദറാണെങ്കിൽ വളരെ വിശ്വാസത്തിൽ ഡീപ്പാണ്, ശാന്തന. അതേസമയത്ത് അമ്മ കൂടുതലും യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി കത്തോലിക്ക സഭയിൽ ചേരുന്നത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട്, അമ്മ വീട്ടുകാരെല്ലാം ആ ബാക്ക്ഗ്രൗണ്ടിലാണ്. പക്ഷേ മാതൃഭക്തി വളരെ ശക്തമാണ് ഈ ജേക്കബൈറ്റ്സ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും മാതൃഭക്തി ഭയങ്കര. എനിക്ക് മാതൃഭക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയായിട്ടാണ് ഞാൻ ക്ലെയിം ചെയ്യുന്നത്. കാരണം അമ്മ എല്ലാ ദിവസവും നിത്യസായ മാതാവിൻ്റെ നൊവേന ചെല്ലാനായിട്ട് ശാഠിക്കും, ഞങ്ങളോട് പറയും. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ നിത്യസായ മാതാവിൻ്റെ നൊവേന ചെല്ലും.
പിന്നെ മാതാവിനെ കുറിച്ചൊക്കെ പറയും. എന്നാണെന്നറിയത്തില്ല, അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണോ അറിയത്തില്ല. ചെറുപ്പത്തിൽ എൻ്റെ ജോലി എന്നാന്ന് വെച്ചാൽ 8 പേരില്ലേ, അപ്പോൾ എനിക്ക് അടുക്കളയിലൊന്നും കയറേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഞാൻ നടുക്കത്തെ ആളല്ലേ, ഇളയ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി ബാക്കി 3 പേരെയും കൂടെ കൂട്ടി ഞാൻ മാതാവിന് ചെത്തിപ്പൂമാല ഉണ്ടാക്കും. എന്നിട്ട് മാതാവിനും ഈശോയ്ക്കും എല്ലാം പൂമാല ഇടുക. അങ്ങനെ അതായിരുന്നു എൻ്റെ ജോലി. സിസ്റ്ററിൻ്റെ ചേച്ചി സിസ്റ്റർ എൽസി ജോസ് സിസ്റ്ററിൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ വീട്ടിൽ 8 മക്കളാണ്. 4ാമത്തെ ആളാണ് സിസ്റ്റർ. സിസ്റ്ററിനെ ചെറുപ്പത്തിൽ ഞങ്ങൾ മറിയക്കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. വളരെ ശാന്തപ്രകൃതിക്കാരിയായിരുന്നു മറിയക്കുട്ടി. കൊച്ചു പിള്ളേരെയൊക്കെ അമ്മ വഴക്ക് പറയുകയോ അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ചാടി വീണ് അമ്മ അത് കൊച്ചുങ്ങളല്ലേ അമ്മേ, കുഞ്ഞായല്ലേ, അവനെ അടിക്കരുത് എന്നും പറഞ്ഞ് ഇടയ്ക്ക് ചാടി വീഴും. അതുപോലെ എല്ലാവരെയും സ്വാതന്ത്ര്യപ്പെടുത്തും. പിള്ളേർ കരയുവാണെങ്കിൽ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് പോവുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതിയായിരുന്നു. അതുപോലെ തന്നെ അടുക്കള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും പുള്ളിക്കാരത്തിക്കില്ല. പുള്ളിക്ക് ഇങ്ങനെ മാതാവിൻ്റെ രൂപം അലങ്കരിക്കുക, തിരി കത്തിച്ച് വെക്കുക, മാല പിള്ളേരെ കൊണ്ട് കോർപ്പിക്കുക, ആ മാലയൊക്കെ കൊണ്ട് ഇടുക, അവരെ കൊണ്ട് ഇടിയിപ്പിക്കുക, ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ പള്ളിയിൽ പോകാനായിട്ട് വലിയ താല്പര്യമാണ്. അത് രാവിലെ എഴുന്നേറ്റ് എന്നെ വിളിക്കും, നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറയും. എനിക്കിച്ചിട്ട് മടിയൊക്കെയാണ്. ഞാൻ പറയും, എടി അച്ഛനും അമ്മയൊക്കെ കേക്ക് കൂടി നീ ഉറക്കൊന്ന് വിളിച്ചാലെന്ന് പറയും. അന്നേരം എന്നെ പതുക്കെ തോണ്ടി വിളിക്കും. അവർ കേൾക്കാതിരിക്കാൻ വേണ്ടി തോണ്ടി വിളിക്കും. അങ്ങനെയൊക്കെയായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഒരു രീതികൾ. പോറ്റമ്മച്ചിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച മരിയ ഭക്തി തുടരുന്നതിൽ ഇന്നും ഈ സഹോദരിമാർ ബദ്ധശ്രദ്ധരാണ്. പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയത്വമാണ് സന്യാസ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ ഇവരെ സഹായിക്കുന്നത്. പ്രതിസന്ധികളിൽ ഈ അമ്മയെ ആശ്രയിക്കാനും ജപമാലയിലൂടെ നിയോഗങ്ങളെ സമർപ്പിക്കാനും ഇവർക്ക് കഴിയുന്നത് ചെറുപ്പകാലത്ത് ഇവർക്ക് കിട്ടിയ പരിശീലനം വഴിയാണ്. മാതാവിനെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ പിന്നെ ഒരു കുഗ്രാമത്തിലാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ബസ് സർവീസോ പള്ളിയോ ഒന്നുമില്ല. കൈനടി സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൈനടി സ്കൂളിന് അടുത്ത ഒരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറഞ്ഞാൽ മിക്കവാറും 9 കിലോമീറ്ററെങ്കിലും അകലെയാണ്. അത്രയും ദൂരം പോകണം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാനയ്ക്ക് പോകാൻ. ഞാൻ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും കുലുക്കി വിളിച്ച് നോക്കും, വരാമോ പള്ളിയിൽ പോകാനായിട്ട്. അന്നേരം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. അപ്പോൾ അയൽവക്കത്തുള്ള ഒരു കുഞ്ഞമ്മയെന്ന് പറഞ്ഞ ആളാണ്. അപ്പം കുഞ്ഞമ്മ വിളിക്കും, കുഞ്ഞമ്മേ നീ വരുന്നോ പള്ളിയിൽ പോകാൻ. അന്നേരം അവിടെ ചിലപ്പം പറയും ഇല്ലേന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയാണ്. പക്ഷേ എന്നാലും ഞാൻ പോവും. കൊച്ചായിരുന്നപ്പം നമ്മൾ ഈ കൊച്ചു പിള്ളേരോടൊക്കെ പറയുന്നതല്ലേ, കൈതക്കാട്ട് പിശാചുണ്ടെന്നൊക്കെ പറയല്ലേ, അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഈ 9 കിലോമീറ്റർ ഞാൻ നടന്നു പോയിട്ട് കൈതക്കാട് വരുമ്പോൾ ഓടും. ഏകദേശം കുർബാന പകുതിയാകും അങ്ങ് ചെല്ലുമ്പോൾ. എങ്കിലും അവിടെ പോകുന്നതിൻ്റെ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അവധി അന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കുർബാനയ്ക്ക് പോവാം, അന്ന് ബാക്കിയുള്ളവരൊക്കെ വരും. അപ്പോൾ കുർബാനയ്ക്ക് പോകുന്ന എനിക്ക് ഇഷ്ടം. പിന്നെ മിഷൻ ലീഗ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അഡറേഷൻ്റെ ഒരു സിസ്റ്റർ ഔറേലിയമ്മ ടീച്ചർ എന്ന് പറയും. ഔറേലിയമ്മ ടീച്ചറായിരുന്നു ഈ മിഷൻ ലീഗിൻ്റെ ലീഡർ, പിന്നെ അഡ്വൈസർ. അപ്പോൾ ഞാൻ ലീഡറുമായിരുന്നു. അപ്പോൾ ഔറേലിയമ്മ സിസ്റ്റർ എന്നാ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. 1-ാം ബെഞ്ചിൽ 1-ാമത് പോയിരിക്കും. അപ്പോൾ ഔറേലിയമ്മ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്, അല്ല അവിടെ ക്ലാസ്സിൽ പറഞ്ഞു, കൊച്ചു തെരേസ പുണ്യവതി എങ്ങനെയാണ് വിശുദ്ധയായെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അന്ന് ഞാൻ ദുർബല ആയിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്. കാരണം ഞങ്ങളുടെ പിള്ളേരിൽ ഏറ്റവും പാവത്താനും ആരോഗ്യം കുറച്ചതും പിന്നെ മറ്റുള്ളവരുടെ വല്ലതൊക്കെ ചോദിക്കാനൊക്കെ പേടിയൊക്കെ ഉള്ള എനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫാദറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ സ്പെഷ്യൽ കുമ്പേന്ന് എന്നെ വിളിക്കുന്നത്.
അപ്പോൾ അത് അച്ഛൻ്റെ സ്നേഹം നല്ലപോലെ എനിക്ക് കിട്ടി. പിന്നെ അമ്മയും എന്നെ സ്നേഹിച്ചു. ഇപ്പോഴും പറയാം അമ്മ പിന്നെ മുലപ്പാൽ കിട്ടിയിട്ടില്ല എനിക്കിന്ന്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചു, അമ്മ എത്ര നാൾ ഞാൻ മുലപ്പാൽ കുടിച്ചായിരുന്നു? 1.5 വർഷം കുടിച്ചതാണ്. എന്നിട്ട് അമ്മ പറയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു പിഞ്ഞാണം നിറച്ച് പിന്നെ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കി വെക്കും. മുലപൊടി പറ്റാത്ത ആളല്ലേ, ആരോഗ്യം വെക്കാനായിട്ട് അങ്ങനെ. അപ്പം ഒരു ദുർബല ആയിട്ടാണ് എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ റെലിയാമ്മ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, കൊച്ചുരസേപ്പുള്ളി എങ്ങനെയാണെന്ന് അറിയാം വിശുദ്ധമായത് 4 ഭിത്തിക്കുള്ളിലാണ് കൊച്ചുരസ്യ. എന്നിട്ട് എല്ലാ കാര്യവും ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ പ്രതി എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് ചെറിയ കാര്യം പോലും വലിയ കാര്യമായിട്ടാണ് തീർന്നു. അങ്ങനെയാണ് വേദപാരംഗതയായി എന്നൊക്കെ ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എനിക്കും വിശുദ്ധിയാകാമല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു വിത്തായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ദൈവവിളിയുടെ ഒരു വിത്ത് സിസ്റ്റർ എന്ന് പറഞ്ഞ്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വല്യമ്മച്ചിയുടെ ഇൻഫ്ലുവൻസ് നിസ്സംശയമാണ്. അമ്മച്ചി എപ്പം വന്നാലും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ബൈബിളിൻ്റെ കാര്യം ഇതെല്ലാം പറഞ്ഞ് ആത്മീയതയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറയും, എൻ്റെ കുടുംബത്ത് അന്ന, മറിയം, ഏലി 3 പേര് പിന്നെ കന്യാസ്ത്രീകളാകും എന്ന് പറയും. അന്ന് ഞങ്ങൾ ആരും പോയിട്ടില്ല. മറിയം, ഞാൻ, മറ്റേ ചേച്ചി എൽസി ജോസ്, പിന്നെ ഞങ്ങളുടെ തന്നെ സഭയിൽ വിസിറ്റേഴ്സ് സഭയിലുള്ള വേറെ സിസ്റ്റർ ആൽമ എന്ന് പറഞ്ഞ സിസ്റ്റർ, എൻ്റെ ഫസ്റ്റ് കസിന്. അപ്പോൾ പുള്ളിക്കാരത്തി അന്ന, മറിയ, ഏലി. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ അത് 3 ആയിട്ടുള്ളൂ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു പിന്നെ കന്യാസ്ത്രീയായിട്ട് സമർപ്പിതരായിട്ട്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ ഒരച്ഛനുണ്ട്, എനിക്ക് എൻ്റെ ആങ്ങളെ ഒരച്ഛനുണ്ട്. ആ അച്ഛനാണെങ്കിലും ജനിച്ചപ്പോൾ അമ്മച്ചി കാണാൻ വന്നേച്ച് അമ്മച്ചി ഒരു ഡൊമിനിക് സാവിയോയുടെ പുസ്തകമൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അവൻ്റെ തലക്കീണ വെച്ചേച്ച് പറഞ്ഞു, ഇവൻ്റെ പേര് ഡൊമിനിക് എന്നാണ്, ഇവൻ ഡൊമിനിക് സാവിയോ ആകും, ഇവൻ അച്ഛനായി തീരുന്നു. അമ്മച്ചി പ്രവചിച്ചു. ആ പ്രവചനം ഇന്ന് പൂർത്തിയായിരിക്കുക. അപ്പം അങ്ങനെ അമ്മച്ചിയുടെ ഇൻഫ്ലുവൻസ്. പിന്നെ അമ്മച്ചി സിസ്റ്റേഴ്സിനെ കുറിച്ച് നല്ലതേ പറയുള്ളൂ. അമ്മച്ചി പറയും, അയ്യോ അവരെ കാണണം കേട്ടോ, ആ മടത്തിൽ ചെല്ലുമ്പോൾ നല്ല മാലാഹ കുഞ്ഞുങ്ങളെ പോലെയായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ചേർത്തിയുടെ മകള് ആദ്യം ജോയിൻ ചെയ്തത് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ. അപ്പോൾ നോവിഷ്യേറ്റ് കാണിക്കാമോ? അപ്പം അമ്മച്ചി നോവിഷ്യേറ്റ് പോയി കണ്ടേച്ച് വന്ന് ഞങ്ങളോടൊന്ന് പറയാം, എടീ അവളെ കാണണം നല്ല മാലാഹ കുഞ്ഞു പോലെയായിരിക്കുന്നത്, എത്ര പിള്ളേരാണെന്നറിയാം എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുക. അപ്പോൾ എനിക്കും അങ്ങനെ ആകാമെന്നുള്ളൊരു ചിന്ത ഇങ്ങനെ അന്നേ മനസ്സിൽ കുറിച്ചിട്ട്. പക്ഷേ ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ പോകുന്നൊന്നും. പിന്നെ ഈ അറിയില്ലായ്മ ടീച്ചർ പറഞ്ഞു ഞങ്ങളോട് 54 കൊന്തയെല്ലാം ഏത് കാര്യവും സാധിക്കുന്നു. അപ്പോൾ 54 ജപമാല ഒരു ദിവസം ഒന്ന് വെച്ച് മുറിയാതെ ചെല്ലണം. അങ്ങനെ മുറിയാതെ ചെല്ലിയാൽ ഏത് കാര്യവും സാധിക്കും. അപ്പം ഞാനും എൻ്റെ ചേച്ചി സിസ്റ്റർ എൽസിയോസും കൂടെ ഇത് ജപമാല ചെല്ലുന്നു. അപ്പം ജപമാല അന്ന് വെച്ച നിയോഗം എന്തായിരുന്നു? നിയോഗം ഇതായിരുന്നു, കന്യാസ്ത്രീകളാക്കണം, പിന്നെ 10ാം ക്ലാസ് പാസ്സാണ്. ഇതുണ്ടായിരുന്നു നിയോഗം. സിസ്റ്ററിൻ്റെ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഔറേലിയമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പോരുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചോട്ട് പോരാ, അതുപോലെ ഒരു 54 കൊന്ത തുടർച്ചയായിട്ട് ചെല്ലുവാണെങ്കിൽ പല കാര്യങ്ങളും ഈശോ നമുക്ക് സാധിച്ചു തരും. അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ചൊല്ലുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഒരു കൊന്തയിലും ചെല്ലിയിരിക്കണം. അപ്പം ഒരു 3 കൊന്തയെല്ലാം ഉണ്ടെങ്കിൽ ചെല്ലാം. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിയൊക്കെ 10 നന്മ പറഞ്ഞറിയോ അല്ലെങ്കിൽ ഒരു രഹസ്യം ചെല്ലിട്ട് 10 നന്മ പറഞ്ഞറിയൊക്കെ ചൊല്ലി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ 54 കൊന്തയൊക്കെ അങ്ങനെ പൂർത്തിയാക്കി നടന്നു വഴി. അപ്പം മാതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടായിരുന്നു അന്ന് മുതലേ എല്ലാവർക്കും. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അർത്ഥവും ആഴമൊക്കെ എന്തുമാത്രമാണ്. അതിപ്പം ഞങ്ങളെ 2 പേരെ സംബന്ധിച്ച് പറയുകയാണ്, അത് ദൈവം ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു പ്രത്യേകമായ ഒരു മാതാവിനോടുള്ള ഭക്തി. പിന്നെ തന്നെയല്ല, ഞങ്ങളുടെ സഭ തന്നെ മാതാവിൻ്റെ സഭയാണ്, വിസിറ്റേഷൻ സഭയെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സഭയിലേക്ക് അമ്മ തന്നെ ഞങ്ങളെ തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി അമ്മ തന്നെ ആ സിസ്റ്റർ വഴി ഞങ്ങളെ മാതൃഭക്തിയിലേക്ക് ഞങ്ങളെ വളർത്തുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഞങ്ങളുടെ അമ്മയും ഒരു വലിയ മാതാവിൻ്റെ ഭക്തിയായിരുന്നു. അമ്മ നിത്യസഹായ മാതാവിൻ്റെ നോവേന അമ്മ പല വീടുകളിലെ പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചു കൂടി ഒരു വീട്ടിൽ കൂടി എല്ലാ ശനിയാഴ്ചയും അമ്മ ആ നോവേന ചൊല്ലുമായിരുന്നു. അമ്മയും കുറേ സ്ത്രീകളും കൂടെ ഞങ്ങളുടെ അയൽവാസികളെല്ലാം കൂടെ കൂടി. അങ്ങനെ അമ്മയും ഈ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയായിരുന്നു.
ഞങ്ങളിങ്ങനെ ചൊല്ലി നടക്കുന്ന ഒന്നും പേരൻസിനൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് 2 പേർക്ക് ഫസ്റ്റ് ക്ലാസ്സുള്ളൂ, ഒരു ബോയ്ക്കും എനിക്കും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ സ്റ്റാർ ആണല്ലോ പേപ്പറിൽ, അപ്പോൾ സ്റ്റാർ കണ്ടുകൊണ്ട് വലിയ സന്തോഷമായി എല്ലാവർക്കും. എനിക്ക് സ്റ്റാർ കിട്ടി. അപ്പോൾ അന്നേരം എല്ലാവരും ഓർത്ത് എന്നെ പഠിപ്പിക്കാൻ വിടണം, മെഡിസിൻ വിടണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു എൻ്റെ അമ്മച്ചന്മാർക്കും എൻ്റെ പേരൻസിനും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെങ്ങും പോകുന്നില്ല കോളേജിൽ, എനിക്ക് മഠത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു മനസ്സിലെ ആഗ്രഹം അറിയിച്ച്. പേരൻസ് ന്യൂട്രലി നിൽക്കുക, അവർ നമ്മളോട് പോകാൻ പറയുന്നുമില്ല, എന്നാൽ റിഫ്യൂസ് ചെയ്യുന്നുമില്ല. കാരണം വലിയമ്മച്ചി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവവിളി ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്, അവർ പോയി തിരിച്ചു വന്നോട്ട്, പക്ഷെ തന്നെ നിരുത്സാഹപ്പെടുത്തരുത്. അപ്പോൾ അത് വെച്ച് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പം അമ്മ കോളേജിൽ പോകാനായിട്ട് തയ്പ്പിച്ച ലോങ് സ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ മഠത്തിലോട്ട് പോകും. സിസ്റ്ററിൻ്റെ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വീട് ചിങ്ങാനത്താണ്. പിന്നെ അവിടുന്ന് ചിങ്ങാനത്ത് പോയിട്ട് PCM കോളേജ് കോട്ടയത്ത് പോയി ചേരാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് സിസ്റ്ററിനെ വിട്ടു. അന്നേരം അവിടെ അമ്മയുടെ ചേച്ചിയുടെ ഒരു മോളൊരു സിസ്റ്ററുണ്ട്, അവിടെ ഓഫീസ് സ്റ്റാഫിൽ ഉള്ള സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിനെ കണ്ട് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് മഠത്തിൽ ചേരാൻ വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് അതിൻ്റെ ഫോം എവിടെ മേടിക്കുന്നത്, എനിക്കൊരു ഫോം മേടിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരത്തി അവിടെ ചെന്ന് മഠത്തിൽ ചേരാനുള്ള ഫോം മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്നപ്പം മഠത്തിൽ ചേരാനുള്ള ഫോം കണ്ടപ്പോൾ എല്ലാവർക്കും അരിശായി, ഇത്രയും ചെറുതായിരിക്കുന്നതേ ഉള്ളൂ മഠത്തിൽ പോകാൻ പോകണമെന്ന്. പിന്നെ മൂത്ത ആങ്ങളെ പറഞ്ഞു ഇത്രയും 15 വയസ്സ് ആകുന്നേ ഉള്ളൂ, ഇതിന് എന്നാ ഇപ്പം മഠത്തിൽ ചേരാനുള്ള ആഗ്രഹത്തിൽ അതൊക്കെ അങ്ങനെ പറയും, അങ്ങനെയൊന്നും വിടണ്ട, അല്ലെ അവൾ ഡിഗ്രി കഴിയട്ടെ വേണമെങ്കിൽ വിടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും തടസ്സമൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ നിർബന്ധം എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വലിയ സങ്കടമായി, എനിക്ക് പോകണം പറഞ്ഞു. അന്നേരം വലിയമ്മച്ചി പറഞ്ഞു, അമ്മച്ചി അമ്മയോട് ഉണ്ടായിരുന്നു. അന്നേരം അമ്മച്ചി പറഞ്ഞു എടാ മക്കളുടെ ദൈവവിളി ഒരിക്കലും തടസ്സപ്പെടുത്തരുത്, അവർക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ ദൈവം അവരെ അവിടെ നിലനിർത്തും, അല്ലെങ്കിൽ അവൾ തിരിച്ചു പോരും, അതുകൊണ്ട് അവൾക്ക് മഠത്തിൽ ചേരാൻ ആഗ്രഹമെങ്കിൽ അവളെ മഠത്തിൽ തന്നെ വിടണം എന്ന് വലിയമ്മച്ചി വളരെ കർശനമായ രീതിയിൽ അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു. നിങ്ങളാരും അവളെ തടസ്സപ്പെടുത്തരുത്, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പോകട്ടെ, അവളെ മഠത്തിൽ തന്നെ വിടണമെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും ഒരു മാറ്റം പറയുക, കാരണം അമ്മച്ചി ഒരു ബൈബിളിൽ നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി പറയുന്നത് എപ്പോഴും ഒരു പ്രമാണമായിട്ടെല്ലാം കരുതിയിരുന്നതുകൊണ്ട് അമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിടാൻ തന്നെ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് സിസ്റ്റർ മഠത്തിലേക്ക് പോരുന്നത്. അപ്പോൾ എൻ്റെ ദൈവവിളിയുടെ അടിസ്ഥാനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിശുദ്ധമായ കുടുംബമാണ്, പേരൻസിൻ്റെ സ്നേഹം, കുടുംബത്തിന്റെ ശക്തമായ പിന്തുണ സിസ്റ്ററിന്റെ ദൈവവിളിയിൽ മുഴുവനും തീർച്ചയായിട്ടും ഇന്നും അതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കുമല്ലോ. സുഭാഷിതം 22:6 പറയുന്നു, ചെറുപ്പത്തിൽ തന്നെ ശിക്ഷണം അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലെത്തിയാലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇത് ശരിയായ അർത്ഥത്തിൽ നിറവേറിയിട്ടുണ്ടല്ലേ? മഠത്തിൽ ചേർന്ന അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? മഠത്തിൽ ചേർന്ന് ഞങ്ങൾ 27 പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ്. അപ്പം എൻ്റെ വിചാരം എനിക്ക് ഈ മഠവുമായിട്ട് വലിയ അടുപ്പമില്ലായിരുന്നു. അഡറേഷൻ സിസ്റ്റേഴ്സാണ് ഞങ്ങളെ പഠിപ്പിച്ച്, എങ്കിലും അവരിങ്ങനെ ഒന്നിച്ച് ഒരുപോലെ നേരെ പോലെ മഠത്തിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ഞാൻ നോക്കി നിൽക്കും. പക്ഷേ ഇവരുടെ ലൈഫൊന്നും എനിക്കറിയത്തില്ല, ഭയങ്കര പരിശുദ്ധിയിലാണ് ഞാൻ അവരെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ വിചാരം ഞാൻ മഠത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണത്. അപ്പം പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ മഠത്തിൽ വന്നത്. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എൻ്റെ വലിയമ്മച്ചിയാണ് എന്നെ കൊണ്ടുപോയത്. വലിയമ്മച്ചി കൊണ്ടുപോയി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സന്യാസ ജീവിതം എപ്പോഴും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളതാണ്, നീ അത് മനസ്സിലാക്കണം. ഏത് കോൺഗ്രിഗേഷനിലാണ് ചേർന്നത്? വിസിറ്റേഷൻ സഭയിൽ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ വിസിറ്റേഷൻ ഓഫ് ദ ബ്ലസ്സഡ് വെർജിൻ മേരി എന്നാണ് എൻ്റെ ഫുൾ ഫോം. കോട്ടയം വിസിറ്റേഷൻ. ആദ്യം ഞാനാണ് ചേരുന്നത്. ഞാൻ 8 മണിയായപ്പോൾ ചെന്ന് മണിയടിച്ചു, മഠത്തിൻ്റെ വാതിൽ മണിയടിച്ച്. അപ്പോൾ ഐമല്ലാമി എന്ന് പറഞ്ഞ ഒരു മദർ ജനറൽ, എക്സ് മദർ ജനറൽ അപ്പോഴത്തെ, പിന്നെ പുതിയ മദർ ജനറൽ എമിലിയാനാമ്മയായിരുന്നു. അപ്പോൾ ഈ എക്സ് മദർ ജനറലാണ് എന്നെ ആദ്യമായിട്ട് കഥ തുറന്ന് സ്വീകരിച്ചു. അപ്പോൾ അന്നേരം അമ്മച്ചിയോട് പറഞ്ഞു, ഇവളാണല്ലോ ആദ്യമായിട്ട് ഈ ബാച്ചിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഇനി വേറെ വല്ലവരും വരുമോ
എനിക്കറിയത്തില്ല. ഇനി വേറെ വല്ലൊരു മരുവോ ഇനി മർദ്ദിച്ചാൽ അങ്ങനെ ഉണ്ടോ? എടാ ഞാൻ പിന്നെ നോക്കുമ്പോൾ തോറും ദേ കിടക്കുന്നു, വീണ്ടും 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 കൊച്ചുങ്ങൾ വരുക. എന്നെ പോലെ ഉള്ളവരുണ്ട്, എൻ്റെ കുറച്ചുകൂടെ പ്രായമായ സാരിയൊക്കെ ചുറ്റി വലിയ അമ്മച്ചിമാർ പോലെയുള്ള അവരൊക്കെ പോലെ വരുന്ന പോലെയൊക്കെ കണ്ടു. അപ്പോൾ 27 പേരുമാണ്. അപ്പോൾ ഇതെല്ലാം മർദ്ദിച്ചേരാൻ വന്നതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമാണ്. എൻ്റെ വിചാരം ഞാൻ എന്നെ തന്നെ ഉള്ളൂ, എന്നെ പ്രാർത്ഥിപ്പിക്കും, അമ്മമാരുടെ അടുത്തിരുത്തി പ്രാർത്ഥിപ്പിക്കും, ഇതൊക്കെയാണ് എൻ്റെ കൺസെപ്റ്റ്. എന്നിട്ട് പിന്നെ നല്ല രസമായിരുന്നു. 27 പേരും കൂടെ എല്ലാത്തിനും കറിക്കരിയാനും പോവും, പ്രാർത്ഥിക്കാനും പോവും. ഞാൻ ഗുരുത്തിയമ്മ സെലസ്റ്റമ്മ എന്ന് പറഞ്ഞ ഒരു ഗുരുത്തിയമ്മയായിരുന്നു ത്രൂ ഔട്ട് ഞങ്ങൾക്ക്. അമ്മ പാവം നല്ല അമ്മയായിരുന്നു, വിശുദ്ധയായിരുന്നു. ആ അമ്മ ഒക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ജനറലി ഇഷ്ടമാണ്. എനിക്ക് ഈ മഠത്തിൽ ചേർന്നപ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഖുർആനാണ്, എന്നും ഖുർആനായിരിക്കുള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ചാപ്പലിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ധ്യാന പരിപാടിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളോട് എല്ലാ ദിവസവും ധ്യാനം എഴുതാനൊക്കെ പറയും. അപ്പോൾ എനിക്ക് എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നാൽ വേറെ വല്ലവരൊക്കെ എഴുതാത്തപ്പോൾ ഞാൻ നോക്കി തന്നെ ഇവരാരും എഴുതാത്തേ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഓർക്കും. സിസ്റ്ററിനെ ഏറെ സ്നേഹിച്ചിരുന്ന, സിസ്റ്ററിൻ്റെ ബാച്ചുകാരിയായിരുന്ന സിസ്റ്റർ ബേണി നിങ്ങളുടെ പരിശീലന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡോക്ടർ മാസ്റ്റേഴ്സിൻ്റെ ബാച്ചുകാരിയാണ് ഞാൻ. സിസ്റ്റർ അന്ന് ആദ്യമേ കോൺവെൻറ്റിലേക്ക് കടന്നു വരുന്നത് ആത്മീയത നിറഞ്ഞ ഒരു പൈതലായിട്ടായിരുന്നു. ഞങ്ങളുടെ പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങളെ ധ്യാനം ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ പോയിൻറ്റ്സ് ഒരു ധ്യാനക്കുറിപ്പ് പോലെ റെഗുലർ ദിവസവും എഴുതണമെന്ന് ഞങ്ങളുടെ മിസ്റ്റേഴ്സ് പറയുമായിരുന്നു. ഒരു ദിവസം മിസ്റ്റേഴ്സ് കടന്നു വന്നിട്ട് നിങ്ങളുടെ ധ്യാനക്കുറിപ്പ് ഒന്ന് കാണിച്ച് എന്ന് ചോദിച്ചു. മറിയക്കുട്ടിയുടെ ധ്യാനക്കുറിപ്പ് വളരെ കൃത്യമായിട്ടും റെഗുലറായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ചില ബൈബിൾ ഭാഗങ്ങൾ വായിച്ചിട്ട് വരണമെന്ന് പറയും. വന്ന് ചോദിക്കുമ്പോൾ മറിയക്കുട്ടി ആയിരിക്കും അത് കൃത്യമായിട്ട് വായിച്ചിരിക്കുന്നത്. മറിയക്കുട്ടി ഒരു ദിവസം സിക്കായി, അതായത് പനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആരാധന ഉള്ള ദിവസമായിരുന്നു അന്ന്. മറിയക്കുട്ടി സിക്കായിരുന്നത് കൊണ്ട് മറിയക്കുട്ടിയോട് മിസ്സസ് പറഞ്ഞു, ഇന്ന് സുഖമില്ലല്ലോ, അതുകൊണ്ട് ആരാധനയ്ക്ക് പോരണ്ട, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ആരാധനയ്ക്ക് പോയി. ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്ന മറിയക്കുട്ടി റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ കിടക്കുന്ന ആ ഡോമിറ്ററി എല്ലാം നല്ല തുടച്ച് നല്ല ക്ലീനാക്കി അവിടെയുള്ള സാധനങ്ങളെല്ലാം നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ മറിയക്കുട്ടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നു കഷ്ടപ്പെട്ട് എന്തിനാണ്? അപ്പം മറിയക്കുട്ടി പറഞ്ഞു, അതെ, കൊച്ചുദശ പുണ്യാളത്തി പുണ്യവതിയായത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ടാണ് പുണ്യവതിയായത്. അതുപോലെ നമ്മളും പുണ്യവതി ആകണമെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താലേ ആകുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിരുന്നു. കാരണം മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഞങ്ങൾക്ക് അതൊരു പ്രേരണ നൽകി. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞങ്ങൾ വെറുതെ തമാശയായിട്ട് വിളിക്കുമായിരുന്നു പുണ്യാളത്തി മറിയാമ്മ എന്ന്. അന്ന് പുണ്യാളത്തി മറിയാമ്മ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് സിസ്റ്റർ ആ പുണ്യാളത്തി ആയിട്ട് തന്നെയാണ് ശരിക്കും ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ പല ഉന്നത ഡിഗ്രികളും പദവികളും അവാർഡുകളും നേടിയെങ്കിലും ഒരു വിശുദ്ധ ജീവിതം ലക്ഷ്യമാക്കി സിസ്റ്റർ പ്രാർത്ഥനാ നിരതയാകുന്നു. ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലിൽ കടന്നുവരുന്നവർക്കു വേണ്ടി സന്യാസ സമൂഹത്തോടൊപ്പം കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നതും ഈ വിശുദ്ധിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. സന്യാസ ദൈവവിളിയുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഡോക്ടർ സിസ്റ്റർ മേരി മാർസലസിന്റെ ജീവിതത്തെ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് അടുത്തറിയാം.